ജപ്പാനി ജപ്പാൻ ആളുകളെ സംബന്ധിച്ച് ജാപ്പനീസ് മനുഷ്യന്മാരെ സംബന്ധിച്ച് അവർ വളരെ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ്. ടെക്നോളജിക്കലി സയൻറ്റിഫിക്കലി നല്ല അവബോധമുള്ള മനുഷ്യരാണ്. നമുക്കറിയാം രാജ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് കുതിച്ചുയർന്നു വന്നത്. ആ മനുഷ്യരുടെ ഒരു ഇച്ഛാശക്തിയും ശാസ്ത്രബോധവും സാങ്കേതികതയോടും ശാസ്ത്രത്തോടുമുള്ള അവരുടെ ഒടുങ്ങാത്ത ടെമ്പറാമെൻറ്റും കൊണ്ടാണ് അവർ അങ്ങനെ വന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ രസകരമായൊരു കാര്യം, അവരിലെ ഈ റൂറൽ ജപ്പാനിലെ ഗ്രാമീണ പ്രദേശങ്ങളിലെ ആൾക്കാർ ഭയങ്കര സൂപ്പർസ്റ്റിഷ്യസ് ആണ്. അന്ധവിശ്വാസം എന്ന് വെച്ചാൽ അതൊരു അങ്ങനെ അവർ ശാസ്ത്രാവബോധത്തെ തള്ളിക്കളഞ്ഞ അന്ധവിശ്വാസത്തെ പോലും ഒന്നുമല്ല. അവരുടെ കൾച്ചറൽ ട്രഡീഷനാണ്. ഉദാഹരണത്തിന് 4 എന്ന് പറയുന്ന നമ്പർ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഹോട്ടലിൽ 4 എന്ന നമ്പറൊന്നും ഉണ്ടാവില്ല, 4-ആം നമ്പർ മുറി ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് 9, വെസ്റ്റേൺ കൺട്രീസിൽ 9 ഉള്ളതുപോലെ അവർക്ക് 4 പ്രശ്നമാണ്. അപ്പോൾ സമ്മാനം കൊടുക്കുമ്പോൾ ഓഡ് നമ്പറിലുള്ള സമ്മാനങ്ങളാണ് കൊടുക്കുക, ഇരട്ട അക്കങ്ങളിൽ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള ചില രസകരമായ സാധനങ്ങളുണ്ട്. പക്ഷേ ഈ മാങ്ക എന്ന് പറയുന്നത് ഒരു കാർട്ടൂൺ പോലത്തെ ഉള്ള ഒരു കലാരൂപമാണ്. അപ്പോൾ അത്തരം ഒരു ആർട്ടിസ്റ്റാണ് ഇപ്പോൾ ഈ പറയുന്ന എന്താണ് ബാബ വാങ്ക എന്ന് പറഞ്ഞ് പ്രവർത്തനം നടത്തിയ സ്ത്രീ. എന്താ പറയുക, റിയ തത്സുഗി. അവർ തന്നെ പറയുന്നുണ്ട് ഇതിനെ നിങ്ങൾ എൻ്റെ ഒരു പ്രൊഫസി അല്ല, ആക്ച്വലി ഇതൊരു കലാരൂപമായി നിങ്ങൾ കാണണമെന്നും അതിന് സീരിയസ് ആയിട്ട് എടുക്കുന്ന അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് സോഷ്യൽ മീഡിയ എക്കോ ചേമ്പർ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അവസ്ഥ അറിയാലോ. അപ്പം നാളെ തീരും, നാളെ അവസാനിക്കും എന്നുള്ള ഈ പ്രചാരണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. $4 ബില്യൺ നഷ്ടമാണ് ടൂറിസം രംഗത്ത് ജപ്പാൻ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ദിവസം കൊണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരിതിനു മുമ്പ് പ്രവചിച്ചത് 2011 സുനാമിയാണ്. അപ്പോൾ ഈ അവർ പ്രവചിക്കുന്നത് ശരിയാവുന്നുണ്ടോ? അതാണ് വേറൊരു പ്രശ്നം. അവർ പ്രവചിക്കുന്നത് പലതും ശരിയാവുന്നില്ല. പിന്നെ ജപ്പാനിലൊരു സുനാമി ഉണ്ടാവും, ഭൂകമ്പം ഉണ്ടാവും എന്ന് പ്രവചിക്കുക എളുപ്പമാണ്. ഞാൻ പറയുകയാണ്, നാളെ ജപ്പാനിലൊരു സുനാമി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ശരിയാവാനുള്ള സാധ്യത 80%. കാരണം നിരന്തരം അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ആർക്കും ജപ്പാനെക്കുറിച്ച് ഭൂകമ്പോ സുനാമി എന്തുകൊണ്ടും പ്രവചിക്കാം. അപ്പോൾ അങ്ങനെ ഒരു പ്രവചനമാണ്, അത്രയേ ഉള്ളൂ. പിന്നെ അവരിപ്പോൾ പറഞ്ഞത് 2025 ഉണ്ടായിട്ടില്ലെങ്കിൽ 2040 ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പ്രവചിക്കുക എളുപ്പമാണ്. അപ്പോൾ അവർ തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ആളുകൾ ഇത് അങ്ങോട്ട് വല്ലാണ്ട് പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റായിട്ടാണ് ഇത് കാണേണ്ടത്. അല്ലാതെ ഇത് ജപ്പാൻ ആൾക്കാർ മുഴുവൻ അന്ധവിശ്വാസികളായതുകൊണ്ടോ അവരിതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ല. ഇതൊരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റാണ്. സോഷ്യൽ മീഡിയയ്ക്ക് എങ്ങനെ ഒരു അന്ധവിശ്വാസത്തെ പെരുപ്പിച്ച് ഒരു ടൂറിസം ഇൻഡസ്ട്രി തന്നെ കുറേ നാളത്തെങ്കിലും സ്തംഭിപ്പിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ മികച്ച ഉദാഹരണമാണ്. അതർവൈസ് നമ്മൾ അവരെ ജപ്പാൻകാർ അങ്ങനെ ഭയങ്കര അന്ധവിശ്വാസികളാണ്, നമ്മളെ ഇന്ത്യക്കാരേക്കാൾ മോശമാണെന്ന് വിചാരിക്കുന്ന കാര്യമില്ല. ഇതിലും വലിയ അന്ധവിശ്വാസമുള്ള നാടാണിത്, ഈവൻ കേരളം പോലും എന്ന് മറക്കരുത്.